ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. ലോക്സഭയിൽ കോൺഗ്രസ് എംപി ശശി തരൂരാണ് പ്രതിപക്ഷത്തു നിന്ന് ആദ്യം സംസാരിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച ലോക്സഭാ നടപടികൾ 2 മണിയോടെ പുനരാരംഭിച്ചപ്പോഴാണ് ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കമായത്. രാജ്യസഭയിലും ചർച്ച പുരോഗമിക്കുകയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. ലോക്സഭാ സെക്രട്ടറി ജനറലിനാണ് പ്രതിപക്ഷം നോട്ടീസ് സമർപ്പിച്ചത്. നോട്ടീസ് പരിശോധിച്ച ശേഷം നിയമാനുസൃതമായി നടപടി സ്വീകരിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കോൺഗ്രസ്, DMK, സമാജ്വാദി പാർട്ടി, RJD എന്നിവയുൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നോട്ടീസിൽ ഒപ്പുവച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമാവാനൊരുങ്ങി കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. നൂതന സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 60 കോടിയോളം രൂപ ചിലവഴിച്ചാണ് സ്കൂളിനെ നവീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം നിർവഹിക്കും. നൂതന മാതൃകയിലുള്ള ലാബുകളും അഡ്വാൻസ് സയൻസ് റോബോട്ടിക്സ് ലാബും മുദ്ര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. 36 ക്ലാസ് മുറികളിലും ഡിജിറ്റൽ പഠന സൌകര്യവും തയ്യാറാക്കി. മുഴുവൻ ക്ലാസ് മുറികളെയും ബന്ധിപ്പിക്കുന്ന ശീതീകരിച്ച വീഡിയോ കോൺഫറൻസ് സംവിധാനം, ജൈവ വൈവിധ്യ പാർക്ക്, ഫ്ലഡ് ലൈറ്റ് സംവിധാനത്തോടുകൂടിയ സ്റ്റേഡിയം എന്നിവയും പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണം മറ്റന്നാൾ ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചരിത്രത്തിലാദ്യമായാണ് സ്കൂൾ തുറക്കുന്നതിന് 3 മാസം മുമ്പ് പാഠപുസ്തക വിതരണം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്തുന്നതിനും പൊതുസംരംഭകരെ ആകർഷിക്കുന്നതിനുമായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വൈഗ 2026 സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ കാർഷികോൽപ്പന്നങ്ങളുടെ സംസ്കരണം, മൂല്യവർദ്ധനവ്, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ മാസം 16 വരെ തിരുവനന്തപുരം ആനയറ വേൾഡ് മാർക്കറ്റ് ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കുന്ന കാർഷിക മേളയിൽ കാർഷിക പ്രദർശനം, സെമിനാറുകൾ, കർഷക പാർലമെന്റ്, ബിസിനസ് മീറ്റിംഗ്, DPR ക്ലിനിക് എന്നിവ നടക്കും. സംസ്ഥാനത്ത് SIR നടപടികൾ പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി ആലപ്പുഴ. ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയായി. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളും 100% ഹിയറിംഗ് പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെതിരെ SFI പ്രവർത്തകർ നടത്തിയ സമരത്തിൽ സംഘർഷം. ബാരിക്കേഡ് തകർത്ത് അകത്ത് കയറിയ പ്രവർത്തകരും പോലീസുമായി ഏറ്റുമുട്ടി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു. യുവജനോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് SFI ഇന്നലെ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. VCയുടെ ഓഫീസിനു മുന്നിൽ പ്രവർത്തകർ സമരം തുടരുകയാണ്. കേരളത്തിൽ ചൂട് കൂടുന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 10 മണി മുതൽ 3 മണിവരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ സ്വകാര്യ മേഖലയിലെ 25 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് അഷുറൻസ് മാതൃകയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന രക്ഷാകവചം പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പദ്ധതിയിൽ അംഗമാകുന്ന സ്വകാര്യ മേഖലയിലെ തൊഴിലാളിക്ക് അപകടമരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ ലഭിക്കും. പദ്ധതി വിഹിതമായി ഓരോ തൊഴിലാളിയിൽ നിന്നും ഒരു നിശ്ചിത തുക സ്വീകരിക്കും. കഴിഞ്ഞ ബജറ്റിൽ പദ്ധതിക്കായി 30 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. മലയാള സിനിമാ മേഖലയിലെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്ന കരാറിൽ ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒപ്പുവച്ചു. ജോലി സമയം 12 മണിക്കൂറിന്റെ വ്യത്യസ്ത ഷിഫ്റ്റുകളായി ക്രമീകരിക്കുന്നതും ഓവർടൈം ബാറ്റയും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ പുതിയ കരാറിലുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് B രാഗേഷ്, ജനറൽ സെക്രട്ടറി ലിസ്റ്റിൻ സ്റ്റീഫൻ, ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് കരാറിൽ ഒപ്പുവച്ചത്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി കൊല്ലം വിജിലൻസ് കോടതി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജികളിൽ പ്രോസിക്യൂഷൻ വാദം ഇന്ന് നടക്കും. ICC 2020 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ നമീബിയക്കെതിരെ നെതർലൻഡ്സിന് 7 വിക്കറ്റ് ജയം. നമീബിയ ഉയർത്തിയ 157 റൺ വിജയലക്ഷ്യം നെതർലൻഡ്സ് 18 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.